ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡറായ എമി ബെന്നോക്ക് അവരും കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു PR സംബന്ധിച്ച്, അല്ലെങ്കിൽ അവർ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിന് സമാനമായുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ലേബർ പാർട്ടി പറഞ്ഞിരിക്കുന്ന അതേ സമാനമായുള്ള കാര്യങ്ങളാണ്. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് അവരും ഏറെക്കുറെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവരും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ ഇമിഗ്രേഷനെ പൂർണ്ണമായിട്ട് ഇവിടുന്ന് ഒഴിവാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലീഗൽ ഇമിഗ്രേഷനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. കാരണം അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഇല്ലീഗലായിട്ടുള്ള വരുന്ന ആൾക്കാർ, അതായത് ഇവരെല്ലാം ഇങ്ങനെ ഇവിടെ ഈ ഓരോ രാജ്യങ്ങളിലും, യൂറോപ്യൻ മിക്ക രാജ്യങ്ങളിലും ഇങ്ങനെ അവരെ താമസിപ്പിക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ECHR കൊണ്ടാണ്. നമുക്ക് യൂറോപ്യൻ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ആ ഓർഗനൈസേഷനകത്ത് ഏതൊക്കെ രാജ്യങ്ങൾ ഉണ്ടോ ആ രാജ്യങ്ങളെല്ലാം ഇത് ചെയ്യണം. അത് ചെയ്യുന്നില്ലെങ്കിൽ ആ രാജ്യം ഒറ്റപ്പെടും. കാരണം അവർക്കുള്ള മറ്റു രാജ്യങ്ങളുള്ള സപ്പോർട്ട് കുറയും, ബെനിഫിറ്റും കാര്യങ്ങളെല്ലാം കുറയും. സോ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഇവരെ ഇല്ലീഗൽ ഇമിഗ്രേഷനെ കൂടുതലായിട്ട് ഇവരെടുക്കുന്നത്. എല്ലാ രാജ്യങ്ങളും ആ ഒരു ഓർഗനൈസേഷനകത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ECHR യൂറോപ്യൻ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനാണ്. അതിനകത്തുനിന്ന് UK പുറത്താക്കും എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. UK ഞങ്ങൾ അതിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ ഇല്ലീഗൽ ഇമിഗ്രൻസിന് ഇങ്ങോട്ട് വരാൻ സാധിക്കത്തില്ല, ഇവിടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കും എന്നൊരു പരിപാടിയാണ് അവർ പറയുന്നത്. സോ അത് ഞങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യമാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡറായിട്ടുള്ള എമി ബെന്നോക്ക് പറയുന്നത്. നമുക്കത് പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നൊരു സാഹചര്യം തന്നെയുണ്ട്. കാരണം നമുക്കറിയാം ഈ പറയുന്ന ഋഷി സുനക് പുള്ളിക്കാരൻ ഇവിടെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യുന്നൊരു പരിപാടി ഫ്ലൈറ്റിൽ കയറ്റി മറ്റൊരു രാജ്യത്തിന് പേര് ഞാൻ പറഞ്ഞത് രാജ്യത്തോട്ട് ഡിപ്പോർട്ട് ചെയ്യുന്ന പരിപാടി തുടങ്ങി വെച്ചതായിരുന്നു. അത് മുന്നോട്ട് പോയി ലേബർ പാർട്ടി വന്നപ്പോഴാണ് ആ പരിപാടി എടുത്തു കളഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞത് ചെയ്യുമെന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ പറച്ചിൽ മാത്രമല്ല, ഞങ്ങൾ പ്രവർത്തിക്കും എന്നുള്ള കാര്യമാണ് ലേബർ പാർട്ടി ലീഡറായ എമി ബെന്നോക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് UK പുറത്താക്കി കഴിഞ്ഞാൽ ഇല്ലീഗൽ ഇമിഗ്രേഷൻ ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പം എമി ബെന്നോക്ക് പറഞ്ഞിരിക്കുന്ന മറ്റു രാജ്യങ്ങളുള്ള സപ്പോർട്ട്, ഇങ്ങനെ ചെയ്തിരിക്കുന്ന രാജ്യങ്ങളുടെ സപ്പോർട്ട് കുറഞ്ഞാലും വേണ്ടില്ല, ഞങ്ങൾ ഇതിൽ നിന്ന് UK പുറത്താക്കിയ ശേഷമാണെന്നുണ്ടെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രൻസിന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിനെ പുറത്താക്കിയ ശേഷം ഇല്ലീഗൽസിനെ മാക്സിമം ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യമാണ്. ഇല്ലീഗലായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്, അവരെല്ലാം തന്നെ ഡീപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് ഏകദേശം 7 ലക്ഷത്തോളം ആൾക്കാരെ ഡിപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അവർ അധികാരത്തിൽ വരിക എന്നുണ്ടെങ്കിൽ എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല, എങ്കിലും അവർ പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ അവർ പറഞ്ഞ വെച്ച കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെയൊക്കെ അവർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ ഇരുന്ന സമയത്താണ് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വന്നിരിക്കുന്നുള്ള കാര്യം. ഞങ്ങളെ കുറ്റമില്ല. കാരണം ഈ പറഞ്ഞ റിക്രൂട്ട്മെൻറ്റ് NHS റിക്രൂട്ട്മെൻറ്റും ആയിട്ടുള്ള കാര്യങ്ങളും ബന്ധപ്പെട്ട് ഇവിടെ ആൾക്കാർ കുറവായിരുന്നു. സോ അങ്ങനെ ഉള്ളതുകൊണ്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാതെ പറ്റില്ല. അതുകൊണ്ട് ഒരുപാട് പേര് വന്നു. ആ ഒരു സമയത്തും ഇല്ലീഗൽ ഇമിഗ്രൻസ് ഒരുപാട് ഇങ്ങോട്ട് വന്നത് ഞങ്ങളുടെ മിസ്റ്റേക്കാണ്, ഞങ്ങളുടെ കുഴപ്പമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ആവശ്യമുള്ളതുകൊണ്ട് NHS എന്നുള്ള ആൾക്കാരെല്ലാം എടുക്കേണ്ടി എല്ലാം വന്നു. പക്ഷേ ഇതിപ്പോൾ UK മൊത്തത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. ലീഗലല്ല, ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. അത് ഞങ്ങൾ വന്നാൽ നികത്തും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ശക്തമാക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്കയിലൊക്കെ പോലെ 0 ഇല്ലീഗൽ ഇമിഗ്രൻസ് ആ ഒരു സിസ്റ്റത്തിലോട്ട് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കുറച്ചുകൂടെ ശക്തമാകും എന്നുള്ള കാര്യമാണ് എമി ബെന്നോക്ക് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ PR കേസിലും അവർ പറഞ്ഞിരിക്കുന്നത് ഇതേ സംഭവം തന്നെയാണ്. കാരണം ഞങ്ങൾ ഇത് തുടങ്ങി വെച്ച പരിപാടിയാണ് 5 എന്നുള്ള 10 വർഷം. അതാണ് ഇപ്പോൾ ലേബർ പാർട്ടി കോപ്പി അടിച്ച് 5 എന്നുള്ള 10 വർഷമാക്കി അവർ പറയുന്നത്. അപ്പോൾ ഈ 5 എന്നുള്ള 10 വർഷം എന്ന് പറഞ്ഞാൽ അതേ സിസ്റ്റം തന്നെയാണ് ലേബർ പാർട്ടി ചെയ്യുന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. കാരണം അതിനകത്ത് എന്തൊക്കെയാണോ അവർ പറയുന്നത് അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനായിട്ടുള്ളത്. ഈസിയായിട്ട് PR കൊടുക്കുന്ന പരിപാടി അതെന്താളും ഉണ്ടായിരിക്കത്തില്ല. ഞങ്ങൾ അധികാരത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്രൈറ്റീരിയ എല്ലാം തന്നെ മീറ്റ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ബെനിഫിറ്റുകളൊന്നും തന്നെ ക്ലെയിം ചെയ്യാനായിട്ടും പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് PR 10 വർഷമാകുമ്പോൾ തരില്ല. ഇതിലേതെങ്കിലും ഒന്ന് ലംഘിച്ചാൽ നിങ്ങൾക്ക് PR തരില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കാര്യത്തിൽ ഇതുപോലെയാണ്. നിങ്ങൾക്ക് വരാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ക്ലെയിമിങ് കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഒന്നും ചെയ്യാനപ്പോൾ നിങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തവർക്ക് ചെയ്യുന്നത് നിങ്ങളെ ഉടനെ തന്നെ ഡിപ്പോർട്ട് ചെയ്യും. ഇല്ലെങ്കിൽ താമസിച്ചായിരിക്കും ഡിപ്പോർട്ട് ചെയ്യുന്നത്, അറിയില്ല. എന്നാലും അങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ എന്തെങ്കിലും ക്രൈമോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ ഡിപ്പോർട്ട് ചെയ്യുന്ന പരിപാടിയായിരിക്കും ഞങ്ങൾ ചെയ്യാൻ പോകുന്നുള്ള കാര്യമാണ് എമി ബെന്നോക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ പാർട്ടികളും അവരുടെ രീതിക്ക് നല്ല രീതിയിൽ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു കാര്യം നടക്കാതിരിക്കില്ല. ഒന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇപ്പം മുഴുവൻ ലീഗലായിട്ട് വരുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ അവരെ മുഴുവനും ഇവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമോ അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ PR കാലാവധി കൂട്ടുന്ന ഏറെക്കുറെ നടക്കാനായിട്ട് നിയമമായിട്ട് പോകുന്നത്. ഇപ്പം പബ്ലിക് കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട്. പബ്ലിക് കൺസൾട്ടേഷൻ ആണെങ്കിൽ പോലും PR കൊടുക്കത്തില്ല എന്നൊരു സിറ്റുവേഷനിലോട്ട് എന്തായാലും എത്തത്തില്ല. PR എന്തായാലും കൊടുക്കും, പക്ഷേ അതിന് ഈ ക്രൈറ്റീരിയ സംഭവങ്ങളായിരിക്കും തന്നെ വെക്കുന്നത്. അതായിരിക്കും ഒരുപക്ഷെ നിയമമായിട്ട് വരാനായിട്ട് പോകുന്നത്. കാരണം നേരത്തെ പോലെ അല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ UK. കാരണം നേരത്തെ കുറച്ച് വർഷങ്ങൾ മുന്നത്തെ പോലെ അല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും UK നല്ല രീതിയിൽ കൂടുന്നുണ്ട്. ഇതൊന്നും ലീഗലായിട്ട് വരുന്നിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നതല്ല.
പക്ഷേ ലീഗലിലും അവർ നോക്കുമ്പോൾ ഇല്ലീഗലിനേക്കാൾ കൂടുതൽ വരുന്നത് ലീഗലായിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ, കുറച്ച് പേര് ചെയ്യുന്ന പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, കുറേ ആൾക്കാർ വന്നിട്ട് എന്താണ്, അവർ ബെനിഫിറ്റ് മേടിച്ചിട്ട് അവർ ജീവിക്കുകയാണ്. അല്ലാതെ അവർ രാജ്യത്തിനൊന്നും കോൺട്രിബ്യൂഷൻ ചെയ്യുന്നില്ല. അവർ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യുന്നില്ല. അവരെന്തെങ്കിലും ഇത് കാണിച്ചിട്ട് ഞങ്ങൾക്ക് വയ്യ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ബെനിഫിറ്റ് മേടിച്ചിട്ട് അവർ ചുമ്മാ ഇരുന്ന് ജീവിക്കുന്നു. അത് ലീഗലായിട്ടുള്ളവരും ഇല്ലീഗലായിട്ടുള്ളവരൊക്കെ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇവർ ലീഗലായിട്ടുള്ള ആൾക്കാരുടെ PR സംഭവം 5 എന്നുള്ളത് 10 വർഷമാക്കണമെന്നും, അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങൾ എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പൈസ മേടിക്കാതെ പോയി ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ശരീരം അനങ്ങി രാജ്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടാണെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള കാര്യമാണ് ഇവരെല്ലാം പറയുന്നത്. അപ്പം അതെല്ലാം ചെയ്ത് ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും ഇല്ല, എല്ലാം ഓക്കെയാണ്, നിങ്ങളുടെ പ്രൊഫൈലെല്ലാം ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ. പിന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻസി, അതും പ്രത്യേകമായിട്ട് ഇവരും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി തന്നിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ, അത് മീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഞങ്ങളും PR കൊടുക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ, ഏറെക്കുറെ ഈ പറഞ്ഞിരിക്കുന്ന പാർട്ടികളിലെ കാര്യങ്ങളെല്ലാം തന്നെ കൺസൾട്ടേഷൻ വെച്ചിട്ട് അതിനകത്തുനിന്ന് എന്തൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ മാറ്റം വരുത്തേണ്ടതെന്നോ അല്ലെങ്കിൽ എന്താണ് പുതിയതായിട്ട് ആഡ് ചെയ്യണമെന്നുള്ളതൊക്കെ അത് ഈ കൺസൾട്ടേഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് നിയമമായിട്ട് വരുമ്പോൾ ഇതിനകത്ത് വരികയുള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്ന ഏറെക്കുറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് എന്താണെങ്കിലും PR എന്നുള്ളതിനകത്ത് മാറ്റം വരുത്തും, കാലാവധി മാറ്റം വരുത്തും എന്നുള്ളതാണ് എനിക്കൊരു തോന്നുന്നൊരു കാര്യം. കാരണം അതൊന്നുള്ള നിർത്താൻ പറ്റത്തില്ല എങ്ങനെയാണല്ലോ, എന്തെങ്കിലും 5 എന്നുള്ളത് 10 വർഷം ആക്കുന്നൊരു സിസ്റ്റത്തിലോട്ട് വരാനായിട്ട് ചാൻസസ് കൂടുതലാണ്. ചിലപ്പോൾ ഈ ക്രൈറ്റീരിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റമൊക്കെ വന്നേക്കാം. നിയമമാകുമ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയും, ഇപ്പോഴത്തെ അല്ല, ഇതെല്ലാം കൺസൾട്ടേഷൻ പോകണം. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണെങ്കിൽ പോലും എല്ലാ പാർട്ടിക്കാരും അവർ ഇപ്പം ഒരു അധികാരത്തിൽ വരാനാണോ അല്ലെങ്കിൽ പിന്നെ എന്ത് വോട്ട് കിട്ടാനാണോ എന്താണെന്നൊന്നും അറിയില്ല. എങ്ങനെയാണെങ്കിൽ പോലും പിന്നെ രാജ്യം വളരെ ശോകാവസ്ഥയിലോട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങളെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൺസർവേറ്റീവ് പാർട്ടിയുടെ കാര്യം നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഋഷി ഞാൻ ഈ പറഞ്ഞ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പിന്നെ ഫ്ലൈറ്റിൽ കയറ്റി അയക്കുന്ന പരിപാടി അത് പുള്ളി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേബർ പാർട്ടി വന്നിട്ടാണ് അത് എടുത്തു കളഞ്ഞത്. അപ്പം അവർ പറയുന്നത് ചെയ്യും എന്നെനിക്ക് തോന്നുന്നു, ഇല്ലാതല്ല. കാരണം അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ചെയ്ത പോലെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന മൈഗ്രേഷൻ, ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ടാക്കുന്ന പ്രശ്നം, ഇല്ലീഗൽ മൈഗ്രേഷൻ, അതിവിടെ പൂർണ്ണമായിട്ടും കുറയ്ക്കാനുള്ള പരിപാടികൾ എന്തായാലും ചെയ്യും. കാരണം ECHR കിടക്കുന്നതാണ് ഇത് മെയിൻ പ്രശ്നം. ഞാൻ ഈ പറഞ്ഞാൽ ECHR ഇവിടെ ഉള്ളതാണ് ഈ പ്രശ്നം. കാരണം അതിനകത്തുനിന്ന് പെട്ടെന്ന് പോരാൻ പറ്റുകയില്ല. ഇപ്പം നമ്മളിപ്പോൾ പറയുമ്പം നമ്മുടെ ഈ റിഫോം പാർട്ടിയല്ല, ലേബർ പാർട്ടി നമ്മൾ പറയും. പക്ഷേ ലേബർ പാർട്ടി എന്ന് പറഞ്ഞാൽ അത് അവർ കൂടുതലും ECHR ഉള്ള സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്നൊരു പാർട്ടിയാണ്. അവരതിൽ നിന്ന് ഊരിപ്പോകാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അതാണ് അവരല്ലാതെ രീതിയിൽ വേറെ രീതിയിൽ ഇല്ലീഗൽ ഇമിഗ്രൻസിൽ ഇവിടെ നിന്ന് തുരത്താനുള്ള പരിപാടിയും ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ ഈ പറയുന്ന റിഫോം പാർട്ടി ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ ലേബർ പാർട്ടി ഇതൊന്നും ചെയ്യാനായിട്ട് പോകത്തില്ല. നമുക്കറിയാം പ്രതിപക്ഷ പാർട്ടിയാണ്, ഇതൊന്നും ചെയ്യാനായിട്ട് പോകത്തില്ല. പക്ഷേ ഈ ECHR കിടക്കുന്നതുകൊണ്ടാണ് ഇവർക്കെല്ലാം എന്താണ്, ഇവരെല്ലാം തീറ്റിപ്പോറ്റേണ്ട ഒരു ഗതികേട് വരുന്നത്. കാരണം ഇവർക്കെല്ലാം ഈ പറഞ്ഞ ഫുഡും പൈസയൊക്കെ കൊടുത്ത് ഇവരെ നിലനിർത്തേണ്ട ഒരു ആവശ്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ലേബർ പാർട്ടിക്ക് ഭയങ്കര പേടിയാണ്, ഞങ്ങൾ ഒറ്റപ്പെടും അങ്ങനെ എങ്ങനെയെന്ന്. അപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡർ പറഞ്ഞു, നിങ്ങൾ ഒറ്റപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളെ മറ്റു രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്താലില്ലെങ്കിലും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ECHR ഞങ്ങൾ പുറത്താക്കും, ബ്രിട്ടനെ ഞങ്ങൾ പുറത്താക്കും. ഞങ്ങൾ എന്നിട്ട് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് വരുന്ന ഒഴിവാക്കും. ഉള്ളവരെ തന്നെ ഞങ്ങൾ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇവിടുന്ന് നാട് കടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 7-8 ലക്ഷം ആൾക്കാരെ നാട് കടത്തും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും എല്ലാ പാർട്ടിക്കാരും നല്ല രീതിയിൽ നാട് കടത്തും, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഡീപ്പോർട്ട് ചെയ്യും, അത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഉള്ള നമ്മുടെ ലേബർ പാർട്ടിയിലെ ആളൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇത്ര നീണ്ടൊന്നും പോകുകയില്ല, ഇത്ര പ്രശ്നങ്ങളൊന്നും ഇല്ല. അതാണ് ഒരു മെയിൻ കാര്യം. മറ്റൊരു പാർട്ടിക്കാർ വന്നിട്ട് ചെയ്യുമെന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഇവിടെ നിലവിലുള്ള ഈ ലേബർ പാർട്ടിയുടെ ലീഡറായിട്ടുള്ള കീർ സ്റ്റാമർ, പുള്ളിക്കാരൻ ഇതിപ്പോൾ അങ്ങ് ചെയ്യുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ പുള്ളിക്ക് അതിനോട് വലിയ താല്പര്യമില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് താല്പര്യം പുള്ളിക്ക് അതിന് വലിയ ഇല്ലാത്തതുകൊണ്ട് എന്താണ് ഓരോ നിയമങ്ങൾ എടുക്കാനായിട്ട് പുള്ളിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ ഓരോ പരിപാടികൾ ചെയ്യാൻ പുള്ളിക്ക് ഇങ്ങനെയുള്ള പരിപാടികളിൽ നിന്ന് ഇങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ നിന്നൊക്കെ UK മാറ്റാനുള്ള താല്പര്യം പുള്ളിക്കില്ലാത്തതുകൊണ്ട് ഈ ആക്രമണവും കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ നടക്കും. അതാണ് ഒരു മെയിൻ കാര്യം. അപ്പോൾ മറ്റുള്ള പാർട്ടിക്കാരെ ഞങ്ങൾ വരുമ്പോൾ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇത് കാലഘട്ടം നീണ്ടുകൊണ്ട് പോകല്ലേ. കാരണം ഇവരെന്താണ് ഇനിയിപ്പോൾ ഒരു ഇലക്ഷൻ നടന്ന് അടുത്ത പാർട്ടി ഇപ്പം റീഫോം പാർട്ടിയെ വരുള്ളൂ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച്. ഇപ്പോൾ ഏത് പാർട്ടി വന്നാൽ തന്നെയാണെങ്കിലും അത് 2029, 28, ആവും. അപ്പോൾ ആ ഒരു സമയം വരെ ഇവിടെ എന്തേലും ക്രൈമും ഈ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതെല്ലാം ഈ ഒരു ഓർഗനൈസേഷൻ ഉള്ളതുകൊണ്ട് പേരിലാണ് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇവിടെ വന്ന് ഇതെല്ലാം കാണിക്കുന്നത്. ഒന്നെങ്കിൽ അങ്ങനെയുള്ള പിടിച്ച് ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന പരിപാടി ചെയ്യുക. ജയിലിടണമെന്ന് ഞാൻ പറയില്ല, കാരണം ജയിൽ തന്നെ നിറഞ്ഞെടുക്കണം. ഉടനെ പിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന പരിപാടിയെങ്കിലും ചെയ്യുക. ECHR നിന്ന് എടുത്തു കളയാൻ പറ്റിയില്ലെങ്കിലും. കാരണം ഇത് ഇത്രയും 3-4 വർഷം കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടി വരും, ഇവിടെ എന്തോളം പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ റീഫോം പാർട്ടി വന്നാലും ചിലപ്പം ഇതൊക്കെ ചെയ്യുമായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ മാനിഫെസ്റ്റോയിൽ അതൊന്നും അവർ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ആർക്കും PR കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അതെന്തായാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് നടക്കാൻ പോകുന്ന കാര്യമല്ല.
പക്ഷേ ഇവർ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഈ പറഞ്ഞ ലേബർ പാർട്ടിക്കും ചെയ്യുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലേബർ പാർട്ടി ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് അതിനോട് താല്പര്യമില്ല. അവർക്ക് ഞാൻ പറയില്ല, ഗാസയിൽ നിന്ന് തന്നെ ആൾക്കാർ എടുക്കും. അവിടെ തന്നെ ആൾക്കാരില്ല കിടക്കാമെന്ന് തോന്നും ഗാസയിൽ നിന്ന് വരെ എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് ലേബർ പാർട്ടിയുടെ നിലപാട്. ഇപ്പോൾ റീഫോം പാർട്ടി, ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി എങ്കിലും വന്നാൽ മതിയായിരുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ ലേബർ പാർട്ടിക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ മനസ്സിലായി ലേബർ പാർട്ടി കൊണ്ട് കാര്യമില്ലെന്ന്. പിന്നെ റീഫോം പാർട്ടിക്ക് ഇനി ഇപ്പോൾ അതിൽ വോട്ട് ചെയ്യുമോ? അത് വോട്ട് ചെയ്യത്തില്ല. ഉള്ളവരെ PR എടുത്ത് കളയും. വരുന്ന ആൾക്കാർക്ക് ഇനി PR കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം റീഫോം പാർട്ടിയും ഇപ്പം നമ്മളാരും ഉള്ള ആൾക്കാരും റീഫോം പാർട്ടിയും കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കത്തില്ല. പിന്നെ ആകെയുള്ള ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയാണ്. അവർക്ക് ഇപ്പം ഏറെക്കുറെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ നമ്മളെന്നല്ല ഞാൻ പറഞ്ഞത്, മൊത്തത്തിൽ UK നോക്കുമ്പോൾ കൂടുതൽ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്ന റീഫോം പാർട്ടിക്കാണ്. അവർ നോക്കുമ്പോൾ അവിടുത്തെ ബ്രിട്ടീഷ് സിറ്റിസൺസാണ്. അവർക്കിപ്പം മറ്റേ ആൾക്കാർ വരികയോ പോയാലും കുഴപ്പമില്ല. അവരെ ബാധിക്കാവുന്ന നിയമങ്ങൾ മാത്രം അവർ നോക്കുകയുള്ളൂ. അവരെ ബാധിക്കുന്ന നിയമങ്ങൾ ആണെങ്കിൽ മാത്രമേ അവർ പറയുള്ളൂ. ബാക്കിയുള്ളതൊന്നും അവർക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ എന്ന് പറയുമ്പം അവരെ ബാധിക്കുന്ന നിയമങ്ങൾ കൂടുതലും നോക്കുന്നുണ്ട്. അവർ നേരത്തെ റീഫോം പാർട്ടിക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞു എന്ന് തോന്നുന്നു. കാരണം ഇനി വരുന്നവർക്കും PR കൊടുക്കില്ല. നിലവിലുള്ളവർ PR എടുത്ത് കളയെന്ന് പറയുമ്പം ആ പാർട്ടിക്ക് അത്രയും ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ സാഹചര്യം അങ്ങനെയാണ്. എന്നാൽ പോലും നിലവിലുള്ള പാർട്ടിക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇന്നത്തെ ഒരു മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു മാറ്റം ഉണ്ടാകും ഇവിടെ. പക്ഷേ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആറിലെ കുഴപ്പമാണ്, നിലവിലുള്ള പാർട്ടിയിലെ കുഴപ്പം തന്നെയല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഇത് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഒക്കെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അടുത്തേക്കും ബൈ.